നമസ്കാരം, എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പഴം ഉണങ്ങുന്നതാണ് കേട്ടോ. നമ്മൾ ഒത്തിരി പഴങ്ങളൊക്കെ പഴുത്തതൊക്കെ നമ്മൾ വെറുതെ കളയുമല്ലോ. ഇങ്ങനൊന്ന് ഉണക്കി വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണങ്ങി ഈ പഴം ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കറുത്ത് പോയിട്ടുള്ള ഏത്തക്കയാണ് എടുത്തിട്ടുള്ളത്. ഏത് പഴം വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ തൊലിയൊക്കെ ഞാനൊന്ന് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എത്ര പഴുത്ത പഴമാണെങ്കിലും ഇനി ഒരിക്കലും കളയല് കേട്ടോ. നന്നായിട്ട് നമുക്ക് ഉണക്കിയെടുക്കാം. ഇപ്പം നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് നല്ല ചൂട് കിട്ടുന്നതുകൊണ്ട് നമുക്കിങ്ങനെ പഴമൊക്കെ ഉണക്കി സൂക്ഷിച്ച് വെക്കാം. ആവശ്യമുള്ളപ്പോൾ എടുത്ത് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി ഉപയോഗിക്കാം കേട്ടോ. ഞാൻ പഴമെല്ലാം ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാം ഈ ഒരു പാത്രത്തിലോട്ടാക്കി വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ച എടുത്തു എനിക്കിത് നന്നായിട്ടൊന്ന് ഉണക്കി കിട്ടാനായിട്ട്. ഉണങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് 4ആയിട്ടാണ് കീറിയെടുക്കുന്നത്. ഇച്ചിരി കട്ടി ഉണ്ടാവും, എന്നാലും ഒത്തിരി കട്ടിയില്ല. നമുക്ക് കടിച്ച് കഴിക്കാവുന്ന ഒരു പാകത്തിനായിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഞാനിതെല്ലാം കട്ട് ചെയ്തെടുക്കട്ടെ. നല്ലൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റുള്ളതാണ്. നമുക്ക് 4 മണിക്ക് കാപ്പിയോടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് പോലെ നമുക്ക് തന്നെ ഉപയോഗിക്കാം കേട്ടോ. എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു 5 സ്പൂണ് പഞ്ചസാര ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായിട്ട് കിട്ടും. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരു നൂൽ പരുവാകുന്നിടം വരെ നന്നായിട്ടിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണേ. നമ്മുടെ പഞ്ചസാര ലൈനിയെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു നൂൽ പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഏലക്ക, ജീരകം, ചുക്ക് ഇത്രയും പൊടിച്ച് ചേർക്കണം. ഞാൻ ഏലക്കയും ചുക്കും നല്ല ജീരകം എല്ലാം കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടല്ലോ ഇത് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടണം. അത്രയും സമയം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമുക്കത് ചൂടാറിക്കഴിഞ്ഞ് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ പഴം വെച്ചിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. വലിയവർക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇനി പഴം ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെ ഉണക്കി ഇങ്ങനെ റെഡിയാക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സ്വീറ്റ് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഞാൻ മുറിച്ച് കാണിക്കും കണ്ടോ, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.